ജിടിയുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഇൻഡിവിജ്വൽസ് അഥവാ വ്യക്തികൾ നൽകേണ്ട ഇൻകം ടാക്സ് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതേ വ്യക്തികൾ ചേർന്ന് സ്ഥാപനങ്ങളായി മാറുമ്പോൾ നികുതി നൽകുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, വ്യക്തികളാണെങ്കിൽ നികുതി നൽകുന്നതിനുള്ള പ്രധാന ഐഡന്റിറ്റി എന്നത് പാൻ ആണ്. ഇതേ വ്യക്തികൾ ചേർന്ന് സ്ഥാപനങ്ങളായി മാറുമ്പോൾ പ്രസ്തുത സ്ഥാപനങ്ങളുടെ പേരിലും നികുതി നൽകുന്നതിനും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിലേക്കുമൊക്കെയായി പാൻ എടുക്കേണ്ടതുണ്ട്. വ്യക്തികൾ ഇൻകം ടാക്സ് നൽകുന്നത് പോലെ സ്ഥാപനങ്ങളും ഓരോ വർഷവും ഈ പാൻ ഐഡന്റിറ്റിയായി ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന് നികുതി നൽകണം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ വ്യക്തികൾക്കുള്ള സ്ലാബ് റേറ്റ് അല്ല ഇവിടെ ആപ്ലിക്കബിൾ ആവുക, മറിച്ച് ഒരു നിശ്ചിത ശതമാനം നികുതി എന്ന രീതിയിലാണ് നൽകേണ്ടി വരിക. ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ പ്രധാനമായിട്ടുള്ള 3 തരംതിരിവുകൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി എന്നിവയാണല്ലോ. പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ ഒരു വ്യക്തി മാത്രമായതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിന് സ്ലാബ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ പാൻ ഉപയോഗിച്ചുകൊണ്ടാണ് നികുതി നൽകേണ്ടത്. എന്നാൽ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അത് നോർമൽ പാർട്ട്ണർഷിപ്പോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ ആയാലും ലാഭത്തിന് മുകളിൽ 30% നികുതിയാണ് ഫേമിന്റെ പാൻ ഉപയോഗിച്ച് 2020, 21, 21, 22 ഫിനാൻഷ്യൽ ഇയറുകളിൽ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണെങ്കിൽ 30% 30,000 രൂപയും 4% എഡ്യൂക്കേഷൻ സെസ് കൂടി ചേർത്ത് 31,200 രൂപയാണ് നൽകേണ്ടി വരിക. ഒരു വർഷത്തെ നികുതി 10,000 രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ ആ വർഷത്തെ നികുതി അഡ്വാൻസായി നൽകണം എന്നുള്ളത് കൊണ്ട് യഥാസമയം നൽകാതിരുന്നിട്ടുണ്ടെങ്കിൽ അടയ്ക്കേണ്ടിയിരുന്ന തുകയ്ക്ക് മുകളിൽ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടാകുമെന്നുള്ളത് ഓർമ്മിക്കേണ്ടതുണ്ട്. കമ്പനികൾ നൽകുന്ന ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു നിശ്ചിത നിരക്കിലുള്ള ഈ കോർപ്പറേറ്റ് ടാക്സ് പല വ്യവസ്ഥകളെയും അടിസ്ഥാനപ്പെടുത്തി ചില മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ വിശദമായി മനസ്സിലാക്കാം. മറ്റൊരു കാര്യം അറിയാനുള്ളത്, കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ നികുതിക്കും എഡ്യൂക്കേഷൻ സെസ്സിനുമൊപ്പം സർചാർജ് കൂടി നൽകേണ്ടതുണ്ട്. ഇൻകം ടാക്സ് ഗവൺമെന്റിലേക്ക് നൽകേണ്ട ഓൺലൈൻ സംവിധാനത്തെക്കുറിച്ചും അതിനുള്ള വ്യത്യസ്ത ഫോമുകളെക്കുറിച്ചുമൊക്കെയാണ് വരാൻ പോകുന്ന വീഡിയോയിൽ ഉണ്ടാവുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.